രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെതിരെ വന്ന അലിഗേഷൻസിനെതിരെ ഇത്ര ശക്തമായി പ്രതിരോധിച്ച അല്ലെങ്കിൽ ശബ്ദമുയർത്തിയ ഒരു മലയാളി രാഹുൽ ഈശ്വർ അല്ലാതെ ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പാർട്ടിയിൽ നിന്ന് പോലും എന്തിന് രാഹുൽ മാങ്കൂട്ടം പോലും സ്വന്തം പ്രതിരോധം തീർക്കാൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ച് കാണില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ 1-2 വീഡിയോ ക്ലിപ്പുകൾ രാഹുൽ ഈശ്വറിൻ്റെ ഒന്ന് കണ്ടു നോക്കും. ഒരു ഭാഗത്തിന് വേണ്ടിയേ ഉള്ളൂ, അത് തെളിവിന്റെ ഭാഗമാണ്. ഇതിൽ ഒരു പൊസിഷനെ എല്ലാവർക്കും ഉണ്ടാകാവൂ. അത് തെളിവ് ചോദിക്കുന്നത് സ്ത്രീ വിരോധമാകില്ല, തെളിവ് ചോദിക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കും ആർക്കെതിരെയും പരാതിയും ആരോപണവും ഉന്നയിക്കാം. അതിലെ തെളിവ് എന്താണ്, വസ്തുത എന്താണ്, സത്യം എന്താണ്? നമുക്ക് നമ്മളോടൊരു സത്യസന്ധത വേണം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവരുടെ ജീവിതം തകരുന്നതിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. നാളെ ഹാഷ്മിക്കെതിരെ, അനിൽകുമാർ സഖാവിനെതിരെ, അല്ലെങ്കിൽ ജിൻഡോ ജോണിനെതിരെ, രാഹുൽ ഈശ്വറിനെതിരെ ഇതേപോലൊരു വ്യാജ പരാതി വന്ന് നമ്മുടെ ജീവിതം, ജോലി, ശമ്പളം എല്ലാം ഇല്ലാതാകും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ വിജയം നിരന്തരമായി രാഹുലിന് നേരെ ഗോളുകൾ കയറുകയായിരുന്നു. ആദ്യ വിജയം രാഹുൽ സ്കോർ ചെയ്തു. അവന്തികയുടെ നാടകം പൊളിഞ്ഞു വീണു. ഈ അവന്തികയെ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു, എന്നോട് മോശം സംസാരിച്ചു എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നത്. അവന്തിക രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ച് ഓഗസ്റ്റ് 1 8:42 ചേട്ടനെ കുടുക്കാൻ ശ്രമം നടക്കുന്നുണ്ട്, എന്നെ മാധ്യമപ്രവർത്തകർ വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതായിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയല്ല, നമ്മുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അപ്പൊ ഈ 2-3 ക്ലിപ്പുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയേ? രാഹുൽ ഈശ്വർ ഉയർത്തുന്ന ഈ വാദങ്ങളിൽ ഒരു കഴമ്പില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ അച്ഛനോ സഹോദരങ്ങളോ ആൺമക്കളോ ഒക്കെ ഒരു വെളിപ്പാടകല അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആരോപണങ്ങളിൽ കുടുങ്ങി ശിഷ്ടകാലം മുഴുവൻ ജയിലിൽ കഴിയാനോ അല്ല തൻ്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാകാനോ ഇത് മതി. ഒരു പെൺകുട്ടി വിചാരിച്ചാൽ അതോടുകൂടെ ഒരു പുരുഷന്റെ ജീവിതം ആകും താറുമാറാകും, ഭാവി കെട്ടടങ്ങും, എല്ലാ ഫ്യൂച്ചറും കരിയറും ഒക്കെ നഷ്ടമാകുമെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിന് മുമ്പൊക്കെ തന്നെ അറിയാം, ഏതൊരു പുരുഷനെതിരെ ഇത്തരം അലിഗേഷൻസ് വന്നാലും അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ ആദ്യം ചാടിയിറങ്ങുന്നത് ഈ രാഹുൽ ഈശ്വർ ആയിരിക്കും. അതിനിപ്പോൾ ദിലീപിൻ്റെ കാര്യത്തിലായാലും ശരി, സിനിമാ രംഗത്തുള്ള നിരവധി ആരോപണങ്ങളൊക്കെ അതിനിപ്പോൾ നിവിൻ പോളിയൊക്കെ ഈ കാര്യത്തിൽ ഒരു അലിഗേഷൻ നേരിട്ടപ്പോൾ നിവിൻ പോളിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടക്കിറങ്ങി മുന്നിലിറങ്ങിയത് ഈ രാഹുൽ ഈശ്വറാണ്. അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ജീവൻ ഇങ്ങനെ പറയണത്, ഈ ഇയാൾ മാത്രം എന്താ ഇങ്ങനെ വ്യത്യസ്തമായി സംസാരിക്കണമെന്നൊക്കെ നമുക്ക് ആകെ സംശയിച്ചെന്നുണ്ട് മലയാളി. പക്ഷെ രാഹുൽ ഈശ്വർ അതിന് പറയുന്ന കാരണങ്ങളുണ്ട്. ഒരാളുടെ ജീവിതം കട്ടപ്പുകയാൻ വ്യാജമായ ഒരു ആരോപണം മതി. ഈ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് താരതമ്യേന എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് വരുത്തി തീർക്കുന്ന പുരുഷന്റെ കടമയുമാണ്. അതത്ര എളുപ്പമല്ല. ഈ സമൂഹം ഒരിക്കൽ അയാളെ ആ മുദ്ര കുത്തിയാൽ അങ്ങനെയൊന്നും ഇല്ലാണ്ട് തീയില്ലാണ്ട് പുകയുണ്ടാവോ എന്ന് സംശയിക്കും ജനം. എന്നും അങ്ങനെയാണ്, ഒരു മടിയില്ല കാര്യത്തിന്. അയാളുടെ നിലപാടുകളൊക്കെ അങ്ങനെയാണ്. ഞാൻ വലതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വലതുപക്ഷത്തിലെ പ്രമുഖ നേതാക്കളെ വിമർശിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ നേതാക്കളെ പിണറായി വിജയനെയൊക്കെ പ്രശംസിക്കുന്നത് പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ സുനിശ്ചിതമാണ്. പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഇപ്പം കേട്ട ചില വീഡിയോസ് എന്നൊക്കെ എന്താണ് മനസ്സിലായത്? കാരണം കോൺഗ്രസിലെ VD സതീഷ് അടിച്ചു നിന്നെങ്കിലും പിന്നീട് രാഹുലിനെ തള്ളിപ്പറയേണ്ടി വന്നു. ഇപ്പോൾ അവസാനം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. പാർട്ടിയിൽ നിന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കാനും അത്തരം ഒരു തീക്കളി കളിക്കാനൊന്നും പാർട്ടി തയ്യാറായിട്ടില്ല. രാജിവെച്ചാൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടാൽ, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ, അമ്പയെ പരാജയപ്പെട്ടു പോയാൽ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരു ബാലിക റാമലയായിരിക്കും എന്നുള്ള കാര്യം അവർക്ക് സുനിശ്ചിതമാണ്. അല്ലെങ്കിലും എളുപ്പമാണോ എന്നൊന്നും ചോദിക്കരുത്. അതിന് വരും ദിവസങ്ങളെ നമുക്ക് അറിയാൻ പറ്റൂ. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കോൺഗ്രസ് പാർട്ടിക്ക് ചലിക്കാനേ പറ്റുന്നല്ല, ഒരു പാർട്ടി പ്രവർത്തനം നടത്താൻ പറ്റുന്നല്ല. രാഹുൽ ഗാന്ധി ബീഹാർ കിടന്ന് നെട്ടോട്ടോടുകയാണ്. അതിനെ ചുവട് പിടിച്ച് ഇവിടെ കേരളത്തിൽ ഒരുപാട് സമരങ്ങളും നടത്തേണ്ടതാണ്. പക്ഷെ പാവം ആ പാർട്ടിക്കൊരു അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇവിടെ ഒരു സമ്മേളനം നടത്താനോ പ്രകടനം നടത്താനോ ഒന്നും കഴിയാതെ ആകെ ചലനമറ്റ് നിർവികാരമായി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം മടിച്ച് മറയത്തിരിക്കുകയാണ്. അതിലെ സ്ത്രീ നേതാക്കളൊക്കെ തന്നെ രാഹുലിനെതിരെ സംസാരിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല, അതിൻ്റെ സൈബർ ഇടങ്ങളിൽ നിന്ന് ആകെ ഒരു വനിതാ MLA ഉണ്ട്. അവർ ഈ രാഹുലിനെ പുറത്താക്കണമെന്നും രാജിവെപ്പിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് നേരെ പറഞ്ഞ അസഭ്യവശങ്ങൾ കോൺഗ്രസിൻ്റെ
അണികളാണെന്ന് മനസ്സിലാക്കണം. എന്തെല്ലാം അനാവശ്യമാണ് അതൊന്നും നമുക്ക് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. അത്ര കണ്ട് മോശമായ രീതിയിലാണ് ഈ കോൺഗ്രസിൻ്റെ അണികളുള്ളത്. അപ്പോൾ രാഹുലിന് വേണ്ടിയിട്ട് ഷാഫി പറമ്പലിനോട് രാഹുൽ ഈശ്വർ പറയുന്ന ഒരു വീഡിയോൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് കൂടെ കേട്ടാൽ ഈ രാഹുൽ ഈശ്വർ എന്തുമാത്രം ഈ പുരുഷവർഗത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അതും കൂടെ കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഷാഫിജി, ഞാൻ രാഹുൽ ഈശ്വറാണ്. അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വ്യക്തിപരമായ താങ്കളുടെ നമ്പർ അറിയാം, നമ്മൾ മുമ്പ് സംഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് ജനങ്ങൾ കൂടി കേൾക്കണമെന്നുള്ളത് കൊണ്ടും ജനങ്ങൾ ഇത് ആക്റ്റീവായിട്ട് താങ്കൾക്ക് അയച്ചു തരണം എന്നുള്ളത് കൊണ്ടുമാണ് പബ്ലിക്കലി ഒരു വീഡിയോ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ അങ്ങ് ശക്തമായ നിലപാടെടുക്കണം. എൻ്റെ നെഞ്ചിൽ ചവിട്ടിയെ എൻ്റെ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഫെമിനാസികൾ വേട്ടയാടാൻ അനുവദിക്കൂ എന്ന് അതിശക്തമായ നിലപാട് താങ്കൾക്ക് എടുക്കണം. താങ്കൾ ഇപ്പം തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അതിന് ഈ നമ്മുടെ നാടെത്തി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ചെറുപ്പക്കാരനായ ഒരു MLA ഒരു പാർട്ടിയിൽ അഗ്രസീവായ അല്ലെങ്കിൽ വൈബ്രൻ്റായ ഒരു നേതാവ്, ഭാവിയിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആവാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരാളുടെ ഭാവി ഒരാരോപണത്തിൽ എന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ കാണാമറയത്ത് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ പരാതി ഉണ്ടെങ്കിൽ അവർ നിയമത്തിൻ്റെ മുന്നിൽ വന്ന് പരാതിപ്പെടണം. ഈ തക്കതായ ശിക്ഷ ഈ മനുഷ്യന് വാങ്ങിക്കൊടുക്കണം. അതാണ് അതിൻ്റെ ശരിയായ നിലപാട് എന്ന് പറയണം. എവിടെയെങ്കിലും ഒളിച്ചിരുന്നു കൊണ്ട് ഒരു വ്യക്തിക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ രാഹുൽ പറയുന്ന വാദഗതികൾക്ക് ബലം കിട്ടും. രാഹുൽ ഈശ്വർ പറയുന്നതാണ് ശരി എന്ന് നാളെ വിധി എഴുതേണ്ടി വരും. അതല്ലാതെ ആകെ വന്നത് ആ സിനിമാ നടിയാണ്, അവർ പറഞ്ഞത് എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനൊന്നും പരാതിയായിട്ട് പോകുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പരാതിയായി വന്നതെന്ന് അറിയില്ല. അതിന് പിന്നെയാണ് ശബ്ദരേഖകളൊക്കെ വരുന്നത്. പക്ഷെ നിയമത്തിൻ്റെ മുമ്പിൽ അവരുടെ പേരൊന്നും വെളിപ്പെടുത്താതെ ഒരു പരാതിയായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ വരാൻ അവരാരെയാണ് പേടിക്കുന്നത്? അങ്ങനെ പേടിച്ചാൽ ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരാളാണെങ്കിൽ അയാളെ ഈ സമൂഹത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പാടില്ല. അത് ആ പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. പാർട്ടി നേതാക്കളുടെ മക്കളെയൊക്കെ തന്നെ ഇയാൾ ആ രീതിയിൽ സമീപിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു സംസാരമുണ്ട്. അത് ശരിയാണോ എന്നറിയില്ല. അതുകൊണ്ടുകൂടി ആയിരിക്കാം, അത് ബോധ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിലും കൂടെ ആയിരിക്കാം സതീശൻ ഇങ്ങനൊരു നിലപാടിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും. പാർട്ടി നേതൃത്വം 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി സതീശനോട് ഇങ്ങനൊരു പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സതീശന് അതിൽ അടയിരുന്നിട്ടുണ്ടെങ്കിൽ, ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനേക്കാൾ വലിയ തെറ്റാണ് സതീശൻ ചെയ്തതെന്ന് നാളെ വിലയിരുത്തും. നാളെ നമ്മുടെ മുഖ്യമന്ത്രി ആയി വരേണ്ട ആളാണ് അദ്ദേഹം. അങ്ങനെ അത് മറച്ചു വെച്ച് രാഹുലിനെ വളർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കേരള സമൂഹം മറക്കില്ല എന്നും കൂടെ ഈ രാഹുൽ ഈശ്വർ അടക്കമുള്ള അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കണം എന്നുകൂടെ ഇതിൻ്റെ അടിവരായിട്ട് പറയേണ്ടതാണെന്നാണ് അഭിപ്രായം. എന്തായാലും രാഹുൽ ഈശ്വറിൻ്റെ വാദഗതികളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം വ്യാജമായ നിരവധി ആരോപണങ്ങളെ കൊണ്ട് ലോകത്തിൽ തന്നെ എത്ര പേരാണെന്നറിയില്ല ഒരുപാട് ആരോപണങ്ങൾ കണ്ട്. നമ്മുടെ ബിൽ ക്ലിൻ്റൺ, നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെതിരെയൊക്കെ 25 ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ നിയമസഭയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3 പേരെങ്കിലും മിനിമം MLA-മാരുണ്ട്. അവരൊക്കെ കോടതികളിലാണോ കേസുകളിലാണോ ഒന്നും അറിയില്ല. അവരാരും രാജിവെച്ചിട്ടില്ല എന്ന വാദഗതിയാണ് സതീശൻ ഉയർത്തുന്നത്. പിന്നെന്താണ് ഈ കോൺഗ്രസ് പാർട്ടിയിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം ഒരു പ്രത്യേകത? അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും മാതൃകാപരമായി നടപടിയെടുത്തിരിക്കുന്നത്. ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് രാജിവെപ്പിക്കാത്തത് എന്ന ചോദ്യം അത് കുറച്ച് കഠിനമാണ്. കാരണം അതിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ് മാധ്യമപ്രവർത്തകരോടും സമൂഹത്തിനോടും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കരുത് പ്രതിപക്ഷ നേതാവിനെ എന്ന് മാത്രമേ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.